കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നമ്മൾ ഇന്നലെ 19 ചെയ്തത്. അതായത് ശ്രീരാമൻ്റെ താരയോടുള്ള ഉപദേശം. അത് വളരെ 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 ഗഹനാണ്. അപ്പോൾ 19 എന്താ പറഞ്ഞു വെച്ചാൽ, പിന്നെ ഈ നമ്മളെ എത്ര കാലം ഈ ദേഹാഭിമാനത്തോടുകൂടി ജീവിക്കുന്നുവോ അത്ര കാലം നമുക്ക് സംസാര ദുഃഖം അനുഭവിക്കണം. എപ്പോഴാണ് ഞാൻ ആത്മാവാണെന്നുള്ള ബോധം ഉണരുന്നത്, അപ്പോൾ ഈ ലോകം ഒരു സ്വപ്നം മാത്രമായി തീരുന്നതാണ് നമ്മൾ പറഞ്ഞല്ലേ. 20 അനാദ്യവിദ്യാസംബന്ധാത് തത്കാര്യാഹംകൃതേസ്തഥാ സംസാരോപാർത്ഥകോപി സ്യാദ്രാഗദ്വേഷാദിസങ്കുലഃ. തഥാ അപ്രകാരം അനാദ്യവിദ്യാസംബന്ധാത് അനാദിയായിട്ടുള്ള ഈ മായ കാരണം, അനാദിയായിട്ടുള്ള ഈ അവിദ്യാസംബന്ധാത്, അനാദിയായിട്ടുള്ള അവിദ്യ പറഞ്ഞാൽ അനാദ്യ അവിദ്യ എന്ന് പറഞ്ഞല്ലോ. അവിദ്യ പറഞ്ഞാൽ മായ. അപ്പോൾ ഈ എത്രയോ ഭഗവാന്റെ കൂടെ ഭഗവാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ മായ കാരണം തത് കാര്യാഹംകൃതേ, അതിൻ്റെ ആ മായയുടെ നിന്നുണ്ടാവുന്ന ആ അഹങ്കാരത്തിൻ്റെയും രാഗദ്വേഷാദി സങ്കുല സംസാര, ഈ രാഗദ്വേഷാദികളോടുകൂടിയ ഈ സംസാരം അപാർത്ഥകഃ അപി, അർത്ഥശൂന്യമാണെങ്കിലും സ്യാദുണ്ടാകും. എന്താ പറഞ്ഞ വെച്ചാൽ, മായയുടെ ശക്തി കൊണ്ടാണ് നമുക്കിത് സംസാരം ഉള്ളതാണെന്ന് തോന്നണതേ. അതായത് ഈ മായാസംബന്ധം കൊണ്ടാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാവണം. ആ അഹങ്കാരം നശിക്കുന്നത് വരെ, അതായത് ഞാൻ ഈ ദേഹമാണെന്നുള്ള അഭിമാനം കൂടിയാണ് കേട്ടോ പറയണത്. അതൊക്കെ മായ കാരണമാണ് നമുക്കിത് ഉണ്ടാവണത്. ആ മായ സംബന്ധിക്കുന്നതായ ഈ അഹങ്കാരം നശിക്കുന്നത് വരെ, അല്ലെങ്കിൽ നമുക്ക് ഈ ദേഹമാണ് എന്നുള്ള ആ അഭിമാനം നശിക്കുന്നത് വരെ, ഞാൻ ആത്മാവാണ് എന്ന അനുഭവമാകുന്നത് വരെ ഈ രാഗദ്വേഷാദികളോടുകൂടിയ സംസാരം ശരിക്ക് വാസ്തവല്ലാച്ചാലും വാസ്തവമാണെന്ന് തന്നെ തോന്നും. തന്നെ പറയണം ശരിക്ക്. അതായത് ഈ സംസാരം വാസ്തവമല്ല, പക്ഷേ നമുക്ക് ഈ അഹങ്കാരം, മായാസംബന്ധം കൊണ്ടുണ്ടാകുന്ന ഈ അഹങ്കാരം ഉള്ളിടത്തോളം കാലം നമുക്ക് രാഗദ്വേഷാദികളോട് കൂടിയിട്ടുള്ള ഈ സംസാരം വാസ്തവമല്ലെങ്കിൽ പോലും വാസ്തവമാണെന്ന് തോന്നും. ആ ദേഹാഭിമാനം ഉള്ളിടത്തോളം കാലം മനസ്സും ദേഹമൊക്കെ ഞാനാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം നമുക്ക് ദേഹത്തിനും മനസ്സിനും അനുഭവിക്കേണ്ട എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും. അതൊന്നും ശരിക്കുള്ളതല്ലെങ്കിൽ പോലും ഉള്ളതാണെന്ന് തോന്നി നമ്മൾ അനുഭവിക്കും. ഏതുവരെ? നമ്മൾ ആത്മാവാണെന്നുള്ള അനുഭവം ഉണ്ടാവണ വരെ, അല്ലെങ്കിൽ ഈ അഹങ്കാരവും മായെന്ന് വന്ന അഹങ്കാരവും രാഗദ്വേഷാദികളും ഇല്ലാതാവുന്നവരെ. അനാദ്യവിദ്യാസംബന്ധാത് തത് കാര്യാഹംകൃതേസ്തഥാ സംസാരോപാർത്ഥകോപി സ്യാദ് രാഗദ്വേഷാദിസങ്കുലഃ. അതായത് ഈ സംസാരം അർത്ഥശൂന്യാണെങ്കിൽ പോലും ഉള്ളതാ തോന്നും. മന ഏവ ഹി സംസാരോ ബന്ധശ്ചൈവ മന ശുഭേ ആത്മാ മന സമാനത്വമേത്യ തദ്ഗതബന്ധഭാക് ശുഭേ. അതായത് താരെ സംബോധന ചെയ്യാണ്. മന ഏവ സംസാരഃ ബന്ധ ച. ഈ താരാദേവിയോട് പറയാണ്, മനസ്സ് തന്നെ സംസാരമാണ്, ബന്ധനമാണ്. മനസ്സ് തന്നെയാണ് നമ്മുടെ ഈ സംസാരം. നമ്മുടെ മനസ്സിലാണ് ഈ സംസാരം ഉള്ളത്, ശരിക്കില്ല. നമ്മളുടെ മനസ്സിലത്തെ ഭാവന മാത്രമാണ് ഈ സംസാരവും ഈ ബന്ധനമൊക്കെ. ആത്മാവ് മനഃ സമാനത്വം ഏത്യ, മനസ്സിനോട്, അതായത് ആത്മാവ് മനസ്സും ദേഹമാണെന്ന് വിചാരിക്കുകയാണ്. മനസ്സിനോട് ഐക്യത്തെ പ്രാപിച്ചിട്ടാണ്. ആത്മാവ് ശരിക്കുള്ള സ്വസ്വരൂപത്തിൽ നിന്ന് മാറിയിട്ട്
മനസ്സിനോടുള്ള ഐക്യത്തെ പ്രാപിച്ചിട്ട് തദ്ഗത ബന്ധഭാഗ് ആ മനസ്സിനുള്ള ബന്ധത്തെ ഒക്കെ അനുഭവിക്കണം. മുമ്പ് പറഞ്ഞ തന്നെയാണ്, ഈ സംസാരത്തിൻ്റെ ഈ സുഖ ദുഃഖാദി ബന്ധങ്ങളുടെ ഒക്കെ പ്രധാന കാരണം നമ്മുടെ മനസ്സാണ്. നമുക്ക് ഈ സംസാരം വാസ്തവമെന്ന് തോന്നണതും അതിലനുഭവിക്കുന്ന സുഖദുഃഖങ്ങളുടെയൊക്കെ പ്രധാന കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ്. ആത്മാവ് സ്വസ്വരൂപത്തിൽ നിന്ന് വിട്ടിട്ട്, സ്വസ്വരൂപമാണെന്ന് ശരിക്കും സ്വസ്വരൂപമാണ് അല്ലേ, ആ ആത്മാവ് പരമാത്മാവ് തന്നെയാണ്, അത് മറന്നിട്ട് ആത്മാവ് മനസ്സിനോട് ഐക്യം പ്രാപിച്ചുകൊണ്ടാണ് ഈ മനസ്സാൽ കൽപ്പിതമായ ഈ സുഖ ദുഃഖാദി ബന്ധത്തെ ഒക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം മനസ്സുകൊണ്ട് കൽപ്പിതമാണ് നമ്മുടെ ഈ സുഖ ദുഃഖാദി ബന്ധങ്ങൾ മുഴുവൻ. അത് ശരിക്കുള്ളതാണ്, മനസ്സുകൊണ്ട് കൽപ്പിതമാണ്, വെറും കൽപ്പിതമാണ് സുഖ ദുഃഖാദി ബന്ധങ്ങൾ മുഴുവൻ. പക്ഷെ അത് ശരിയാണെന്ന് തോന്നാൻ കാരണം എന്താ വെച്ചാൽ മനസ്സിനോട് ഐക്യം പ്രാപിക്കുകയാണ് ആത്മാവ്. അല്ലെങ്കിൽ ഈ ദേഹാഭിമാനം തന്നെ, ദേഹത്തിലാണ് മനസ്സ്. അപ്പോൾ ഈ ദേഹാഭിമാനം, ഞാൻ ദേഹമാണ്, മനസ്സാണ്, എൻ്റെ മനസ്സാണെന്ന് വിചാരിക്കണോടത്തോളം കാലം നമുക്ക് ഈ സുഖദുഃഖാദി ബന്ധം മുഴുവൻ അനുഭവിക്കണേ. അതാണ് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മനസ്സാണ് ഈ സംസാരത്തിൻ്റെയും സുഖദുഃഖാദി ബന്ധത്തിൻ്റെയൊക്കെ മൂല കാരണം. മന ഏവ ഹി സംസാരോ ബന്ധശ്ചൈവ മനഃശുഭേ ആത്മാ മനസ്സമാനത്വമേത്യ തദ്ഗത ബന്ധഭാഗ്. അത് നമുക്കിങ്ങനെ കുഞ്ഞ് പിന്നെ എന്താണ് ഉദാഹരണങ്ങളിലൊക്കെ അല്ലെങ്കിൽ അനുഭവങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ, ഇല്ലേ? കാരണം ഒരു സമയത്ത് നമുക്ക് അങ്ങേയറ്റം സുഖം തന്നത് അല്ലെങ്കിൽ സന്തോഷം തന്നത് തന്നെ അതേ കാര്യം ഒരു വ്യത്യാസവും ഇല്ലാതെ വേറൊരു സമയത്ത് നമുക്ക് ദുഃഖം തരാം. അതേ കാര്യം, ഒരേ കാര്യം തന്നെ നമുക്ക് സന്തോഷം. അപ്പം നമ്മളുടെ മനസ്സിൻ്റെ തീർച്ചയല്ലേ. ഇപ്പോൾ നോക്കൂ, വളരെ ഉദാഹരണം നമുക്ക് രാമായണത്തിൽ തന്നെ നമ്മൾ കണ്ടുല്ലോ. കൈകേയി ദശരഥനെ എല്ലാം ആയിരുന്നു. കൈകേയിയുടെ സാമീപ്യവും സാന്നിധ്യവും ദശരഥനെ എത്രയോ അധികം സന്തോഷം കൊടുത്തിരുന്നു. പക്ഷേ ഈ വരം ചോദിക്കൽ കഴിഞ്ഞപ്പോൾ കൈകേയിയെ കാണുന്നതും കൈകേയിയുടെ സാന്നിധ്യവും കൈകേയിയുടെ വാക്കുകളും മധുരമായിട്ട് തോന്നിയിരുന്ന വാക്കുകളും എല്ലാം ഇപ്പോൾ നേരെ തിരിച്ചായി. അപ്പം നമ്മുടെ മനസ്സന്നെ ആണ് സുഖം ദുഃഖത്തിന് കാരണം എന്നുള്ള ചെറിയ അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഹേയ്, അന്ന് ഞാൻ അങ്ങനെ ഉണ്ടായി, ഞാൻ എത്ര വിഷമിച്ച, ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ നന്നായി എന്നാണ് തോന്നണത്, അന്നങ്ങനെ ആവാത്തത്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പം മനസ്സാണ് നമ്മുടെ ദുഃഖത്തിനും സുഖത്തിനുമൊക്കെ കാരണം എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കി തരേണ്ട ജീവിതത്തിൽ. മന ഏവ ഹി സംസാരോ ബന്ധശ്ചൈവ മനഃശുഭേ ആത്മാ മന സമാനത്വമേത്യ തദ്ഗത ബന്ധഭാഗ് യഥാ വിശുദ്ധ സ്ഫടികോലക്താദി സമീപക തത്തദ്വർണയുഗാഭാതി വസ്തുതോ നാസ്തി രഞ്ജനം. വേറൊരു ഉദാഹരണം പറയാണ്. വിശുദ്ധം സ്ഫടിക, ഒരു വളരെ ക്ലിയറായിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു സ്ഫടിക പാത്രത്തിൽ അലക്ത കാദിസ മീപക. അലക്തകം വെച്ചാൽ ചുമന്ന ഒരു ഈ അരക്ക പറയുമല്ലോ, നമ്മൾ ഈ ഒട്ടിക്കാനൊക്കെ എടുക്കണ ഒരു സാധനമുണ്ട് അരക്ക. ഉരുക്കിയിട്ട് വെച്ചാൽ അത് ഒരു പശ പോലെ, അല്ലെങ്കിൽ അത് വിടാതിരിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അലക്തകം ആ തുടുത്തതാണ്, നല്ല ചോപ്പാണ്. അതായത് ഈ ചുവപ്പായിട്ടുള്ള അരക്കിൻ്റെയൊക്കെ മുതലായതിൻ്റെ സമീപത്തിൽ ഇരിക്കുന്നതായിട്ട് എന്തെങ്കിലും കളറുള്ളത് ആ ഒരു സ്ഫടികം, ഒരു ഗ്ലാസ്, നല്ല ക്ലിയർ ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ അടുത്ത് എന്ത് കളേർഡ് വസ്തു, ഇപ്പോൾ ഇവിടെ അരക്കെന്ന് പറഞ്ഞു എന്നേ, എന്ത് നല്ല കളറുള്ള വസ്തു വെച്ചാലും തത്തത് വർണ്ണയുക്ക് ആ കളറ് ഇതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. തഥാ ആഭാതി, ആ പിന്നെ സ്ഫടികത്തിലേക്കും ഈ കളറ് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതുവോ വസ്തു എപ്രകാരം ശോഭിക്കുന്നുവോ വസ്തുതഃ രഞ്ജനം നാസ്തി, പരമാർത്ഥത്തിൽ ചേർച്ചയില്ല. ഇപ്പോൾ ശരിക്കും പറയാച്ച ഒരു ക്ലിയർ ഒരു ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ട് വെച്ചോളൂ, അതിൻ്റെ അടുത്ത് ചുമന്ന നിറത്തിലൊരു സാധനം വെച്ചാൽ ശരിക്ക് ക്രിസ്റ്റൽ ക്ലിയർ തന്നെയാണ്. പക്ഷെ നമുക്ക് തോന്നും അതിന് ചുവപ്പ് നിറമോ അല്ലെങ്കിൽ പച്ച നിറമോ എന്ത് സാധനം വെച്ചാൽ അതിൻ്റെ നിറം തോന്നും നമുക്ക്.
ശരിക്ക് ചേർച്ചയില്ല. മീൻസ് ശരിക്ക് ആ ക്രിസ്റ്റൽ അപ്പോഴും ക്ലിയർ തന്നെയാണ്. ജസ്റ്റ് ബിക്കോസ് ഇതിൻ്റെ അടുത്തിരിക്കൊണ്ട് നമുക്ക് തോന്നും ആ ക്രിസ്റ്റലിന് ആ കളറുണ്ടെന്ന്. അതുപോലെയാണെന്ന് പറയുകയാണ്. ശരിക്ക് ആത്മാവ് ഒന്നും അനുഭവിക്കണില്ല. പക്ഷേ ആത്മാവ് മനസ്സായിട്ട് താതാത്മ്യം പ്രാപിക്കൊണ്ട് ഈ മനസ്സും ദേഹവും അനുഭവിക്കണമെന്ന് മുഴുവൻ അനുഭവിക്കണമെന്നാണ്. അതുപോലെയാണെന്നാണ്. അപ്പോൾ ഈ ഉദാഹരണം അതാണ്. അതായത് നിർമ്മലമായിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്രത്തിൻ്റെ അടുത്ത് ചുമന്ന നിറത്തിലുള്ള ഏതെങ്കിലും വസ്തു, അല്ലെങ്കിൽ പച്ച നിറത്തിൽ അല്ലെങ്കിൽ നീല നിറത്തിൽ വെച്ചാൽ അതാത് ഏത് വസ്തു അടുത്ത് വെച്ചാൽ അതിൻ്റെ നിറമായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും. പരമാർത്ഥത്തിലോ ആ ക്രിസ്റ്റൽ ശരിക്കും ക്ലിയർ തന്നെയാണ്, ഒരു നിറമില്ല. അതുപോലെയാണ് നമ്മളുടെ അനുഭവം എന്നാണ്. യഥാ വിശുദ്ധ സ്ഫടികോ ലക്തകാദി സമീപക തത്തദ്വർണയുഗാഭാതി വസ്തുതോ നാസ്തി രഞ്ജനം. ഇനി 23, 24, 25 ഒന്നിച്ചാണ് കേട്ടോ വായിക്കാം. ബുദ്ധീന്ദ്രിയാദി സാമീപ്യാദാത്മന സംസതിർബലാദ് ആത്മാ സ്വലിംഗം തു മന പരിഗൃഹ്യ തദുദ്ഭവാൻ കാമാൻ ജുഷൻ ഗുണൈർബദ്ധഃ സംസാരേ വർത്തതേ വശ ആദൗ മനോ ഗുണാൻ സൃഷ്ട്വാ തതഃ കർമ്മണ്യനേകഥാ ശുക്ലലോഹിതകൃഷ്ണാനി ഗതയസ്തത് സമാനത ഏവം കർമ്മവശാജ്ജീവോ ഭ്രമത്യാഭൂതസംപ്ലവം. എന്താ പറയണ വെച്ചാൽ ബുദ്ധീന്ദ്രിയാദി സാമീപ്യാത്, ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും സാമീപ്യം കാരണം ആത്മനഃ ബലാൽ സംസൃതി, ആത്മാവ് ഈ ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും സാമീപ്യം കാരണം ആത്മാവ് ക്ഷീണിക്കുകയാണ്. ആ സ്വസ്വരൂപത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. സംസാരം അവശമായിട്ട്, സംസാരം ആത്മാതു സ്വലിംഗം മന, ആത്മാവാകട്ടെ ആ മനസ്സിനെ പരിഗ്രഹിച്ചിട്ട് മനസ്സായിട്ട് ഐക്യം പ്രാപിച്ചിട്ട് തതുദ്ഭവാൻ കാമാൻ, ആ മനസ്സിൽ ഉദ്ഭവിക്കുന്ന ഈ വിഷയങ്ങളെ ജുഷൻ അതിൻ്റെ പിന്നാലെ പോയിട്ടേ സേവിക്കുന്ന, ജുഷൻ വെച്ചാൽ അതിൻ്റെ പിന്നാലെ അതിനെ സേവിക്കുന്ന, വിഷയങ്ങളെ സേവിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷയങ്ങളിൽ ഔത്സുക്യമുണ്ടായിട്ട് ഗുണൈഹി ബദ്ധ, ഈ ത്രിഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ട്, അതായത് സത്വരജസ്ത ഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ട് അവശഃ സംസാരേ വർത്തതേ, അവശനായിട്ടാണ് ഈ ആത്മാവ് സംസാരത്തിൽ വർത്തിക്കണത്. കാരണം മനസ്സിൻ്റെ കീഴിലാവുകയാണേ, അതാണ് മനസ്സിൻ്റെ കീഴിലായി പോവുക. ആദൗ മനഃ ഗുണാൻ സൃഷ്ടുവ, അതായത് ആദ്യം മനസ്സ് ഗുണങ്ങളെ സൃഷ്ടിച്ചിട്ട് തതഃ ശുക്ലലോഹിത കൃഷ്ണാനി കർമാണി അനേകതാ സൃഷ്ടുവ, ആദ്യം മനസ്സ് ഗുണങ്ങളെ സൃഷ്ടിക്കും, സത്വരജസ്തമോ ഗുണങ്ങളെ. എന്നിട്ട് ഈ വെളുത്തതും ചുവപ്പും കറുപ്പും, അതായത് ശുക്ലലോഹിത കൃഷ്ണൻ എന്താ അറിയോ, സത്വഗുണം വെളുപ്പായിട്ടാണ് പറയുക, രജോ ഗുണം ചുവപ്പായിട്ടാണ് പറയുക, തമോ ഗുണം കറുപ്പും. അപ്പോൾ ഈ 3 കളറിലുള്ള കർമ്മങ്ങളെ എന്താ അർത്ഥം, അതായത് സത്വഗുണം കൊണ്ട് നല്ല കർമ്മങ്ങളും രജോ ഗുണം കൊണ്ട് നല്ലതും ചീത്തയും തമോ ഗുണം കൊണ്ട് മോസ്റ്റ്ലി ചീത്തയായിട്ടുള്ള കർമ്മങ്ങളൊക്കെ സൃഷ്ടിക്കുകയാണ് ഈ 3 ഗുണങ്ങളെ ഉപയോഗിച്ചിട്ട്. തൽസ്ഥാനതഃ ഗതയ, അതിനുള്ള, അപ്പം അത് ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കണമല്ലോ നമുക്ക്. ഏവം കർമ്മവശാത്, ഇപ്രകാരം കർമാധീനത, അതായത് നമ്മൾ കർമ്മബദ്ധരാവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രാരബ്ധ കർമ്മം അനുഭവിക്കാൻ, ഇപ്പം ഈ ജന്മത്തിൽ ചെയ്തതിൻ്റെ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനാണ് നമ്മൾ ശരീരം ഈ ജന്മം എടുത്തത്. ഇനി എടുക്കാൻ പോണതൊക്കെ ഈ കർമ്മബന്ധനം കൊണ്ടാണ്. അതാണ് പറയണത്. ജീവ ആഭൂത സംപ്ലവം ഭ്രമതി, ജീവൻ കൽപ്പകാലം വരെ ഇങ്ങനെ നമ്മളെ ജനന മരണ ചക്രത്തിൽ അതിനൊരു ഇതില്ലാതെ, ഒരു സ്റ്റോപ്പില്ലാതെ ഇങ്ങനെ കാലത്ത് നമ്മൾ ജനനമരണ ചക്രം തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുകയാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ആ സ്ഫടികം പോലെ, നമ്മൾ പറഞ്ഞില്ലേ സ്ഫടികത്തിന് ആ കളറുണ്ടാവുന്നത്, ആ സ്ഫടികം പോലെ ഈ സംസാരത്തിലത്തെ, അതായത് നമ്മളെ ആത്മാവ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പാത്രമാണ്. പക്ഷേ നമ്മളെന്താ ഉണ്ടാവണത്, ഈ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും
ഒക്കെ സാമീപ്യം, നമ്മളെ ബുദ്ധിയുടെ ഇന്ദ്രിയങ്ങളുടെ സാമീപ്യം. നമ്മൾ ഇതിൻ്റെ അടുത്ത് ചുവപ്പ് കല്ല് വെച്ചപ്പോൾ ചുവപ്പായി, പച്ച വെച്ച പച്ചായി, അതുപോലെ നമ്മുടെ ആത്മാവിന് ക്രിസ്റ്റൽ ക്ലിയറാണ് ശരിക്കും. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളുടെയും ബുദ്ധി ഇന്ദ്രിയാദികളുടെ സാമീപ്യം കൊണ്ട് ആത്മാവിന് ഈ സുഖദുഃഖ മിശ്രമായിട്ടുള്ള ഈ സംസാരം ഉണ്ട് എന്ന് തോന്നും. അപ്പോൾ ഈ ചുവപ്പും എന്താണ്, അത് വാസ്തവത്തിൽ ആ സ്ഫടികത്തിന് ആ കളറൊന്നും ഇല്ലല്ലോ. അതേപോലെ തന്നെ ആത്മാവിനും ശരിക്ക് ഈ സുഖദുഃഖാദി സംസാരബന്ധം ഇല്ല ശരിക്ക്. പക്ഷേ ആത്മാവ് ശരിക്ക് ജ്ഞാനസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്. പക്ഷേ മനസ്സ് ജഡാണ്. അപ്പം ഈ ജഡത്തിന് ജ്ഞാനുണ്ടാക്കാൻ പറ്റില്ല. അപ്പം ജഡം എന്താ ചെയ്യണേ? ആ ജഡം ഈ ആത്മാവിൻ്റെ അടുത്ത് ആയിട്ട്, അതായത് ആത്മാവിനോട് ഐക്യം പ്രാപിക്കുകയാണ് ഈ ജഡമായിട്ടുള്ള മനസ്സ്. എന്നിട്ട് അല്ലെങ്കിൽ ആത്മാവ് ജഡമാണ് മനസ്സിനോട് അടുത്തേക്ക് വരുമ്പോൾ എന്താ ഉണ്ടാവണേ? ഈ ശബ്ദാദി വിഷയങ്ങളെയൊക്കെ മനസ്സ് ഗ്രഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആത്മാവ് ജ്ഞാനസ്വരൂപനാണെങ്കിൽ പോലും ആത്മാവിൻ്റെ അജ്ഞാനസ്വരൂപത്തെ വ്യക്ത ആക്കണ മനസ്സന്നെ ആത്മാവിനെ ഇങ്ങോട്ട് വലിച്ച് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്താ പറയണ വെച്ചാൽ ഈ അവിവേകം ഉണ്ടാവുകയാണ് ആത്മാവിനെ. അതായത് ആത്മാവിന് ഈ ബുദ്ധി ഇന്ദ്രിയാദികളുടെ അസോസിയേഷൻ കാരണം, സംബന്ധം കാരണം ആത്മാവ് സ്വസ്വരൂപം മറന്നിട്ട് എന്താ ചെയ്യുക? അവിവേകിയാവുകയാണ് ആത്മാവ്. അവിവേകം ഉണ്ടാവുകയാണ്. ഈ അവിവേകമാണ് ആത്മാവിന് ഉണ്ടാകുന്ന ഈ അവിവേകം കാരണമാണ് ഈ സംസാരം ഉണ്ടാവുന്നത്. ആത്മാവ് മനസ്സിനെ അവനവനായിട്ട് കൽപ്പിച്ചിട്ട് ആ മനസ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദാദി വിഷയങ്ങളെയൊക്കെ സ്വീകരിക്കും, അതിൻ്റെ പിന്നാലെ പോവും. ആത്മാവ് മനസ്സാണെന്ന് കൽപ്പിച്ചിട്ട് വിചാരിച്ചിട്ട്. അപ്പോൾ സുഖമാണ് തോന്നുന്ന വിഷയങ്ങളിലൊക്കെ നല്ല അറ്റാച്ച്മെൻറ്റ്, ദുഃഖമാണ് തോന്നുന്നതിനൊക്കെ ദേഷ്യം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം സാധിച്ചാൽ സന്തോഷം, സാധിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് സാധിച്ചില്ല, ആരാണ് സാധിക്കാതിരിക്കാൻ കാരണം, അവരോട് ദേഷ്യം. അതാണ് രാഗദ്വേഷം. അപ്പോൾ സുഖത്തിൽ ഈ സുഖമാണെന്ന് തോന്നുന്ന വിഷയത്തിലൊക്കെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ദുഃഖമാണെന്ന് തോന്നുന്നതിലൊക്കെ ദേഷ്യവും. ഇങ്ങനെ രാഗദ്വേഷങ്ങളാൽ ഈ ആത്മാവ് ബന്ധിക്കപ്പെടുകയാണ്, അസ്വതന്ത്രനാവുകയാണ്. അതായത് മനസ്സിന് അധീനാവുകയാണ് ഈ ആത്മാവേ. അപ്പം എന്താ ഉണ്ടാവണേ? ഈ അവശത, അതിനെയാണ് അവശം എന്ന് പറഞ്ഞ്, അവശാവുകയാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ. ഈ അവശതയാണ് സംസാരം ഈ സംസാരത്തിൻ്റെ കാരണം ഈ ആത്മാവിന് വരണ അവിവേകവും അവശതയാണ്. അപ്പോൾ വാസ്തവത്തിൽ വിഷയങ്ങൾ മനസ്സിലുണ്ടാവണതാണ്, ആത്മാവിലല്ല. എങ്ങനെയാ വെച്ചാൽ മനസ്സ് വിഷയങ്ങളെ ദുഃഖിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നവയും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിനെയൊക്കെ മനസ്സിങ്ങനെ അനുഭവിക്കുമ്പോൾ ആത്മാവ് ഇത്ര അടുത്ത് വന്ന്, അത്ര അടുത്തല്ലേ ഇരിക്കണം. അപ്പം ആ സ്ഫടികത്തിൽ പറ്റിയ പോലെ ആത്മാവിനും പറ്റിയാണ് ഈ സുഖദുഃഖങ്ങളൊക്കെ. സ്ഫടികത്തിൽ നമ്മൾ ചുവപ്പ് കളർ കാണണ്ടല്ലോ, സ്ഫടികം ശരിക്കും ക്ലിയർ ആച്ചാലും. അതേപോലെ ആത്മാവ് ആനന്ദസ്വരൂപനാണെങ്കിലും ഈ ശബ്ദാദി വിഷയങ്ങളുടെ ഇത് കാരണം മനസ്സിൽ പൊങ്ങി വരുന്ന സുഖദുഃഖങ്ങളൊക്കെ ഈ ആത്മാവിനെയും ബാധിക്കും, ബന്ധിക്കപ്പെടുകയാണ്. അതാണ് ശുക്ലലോഹിത കൃഷ്ണ രൂപ പുണ്യപാപകർമ്മങ്ങൾ എന്ന് പറഞ്ഞില്ലേ. അതിനനുസരിച്ചിട്ട് നമ്മൾ ബന്ധിതരായിട്ട് സ്വർഗവും നരകവും ആയിട്ട് അങ്ങനെ അതൊക്കെ അനുഭവിക്കുന്നു. ഇങ്ങനെ കർമാധീനനായിട്ടുള്ള ജീവൻ ഈ കൽപ്പാന്തകാലം വരെ ഈ മരണചക്രത്തിൽ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് കർമ്മത്തിന് അധീനനാവുകയാണ് ജീവൻ, അല്ലെങ്കിൽ ഈ ആത്മാവ്. എന്നിട്ട് കൽപ്പാന്തകാലം വരെ ഈ ജനന മരണ പ്രവാഹ രൂപമായിട്ടുള്ള ഈ സംസാരത്തിൽ പെട്ടുകൊള്ളലാണ്. അപ്പോൾ ഈ ഏതാണ് എന്താണ് ഈ ശുക്ലങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ, അതായത് സത്വഗുണം കൊണ്ട് സാത്വിക കർമ്മങ്ങൾ ഏതൊക്കെയാണ്? അതായത് ആരെയും ഹിംസിക്കില്ല, ആരെയും
ആരോടും ദോഷം ചെയ്യില്ല, ആരെയും വേദനിപ്പിക്കില്ല. അതാണത്രേ. പിന്നെ നമ്മളെ ജപധ്യാനാദികളൊക്കെ നമ്മൾ ചെയ്യുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യണ ഈ സാധനങ്ങൾ, അതൊക്കെയാണ് സാത്വിക കർമ്മങ്ങൾ, ശുക്ലകർമ്മങ്ങൾ. പിന്നെ ലോഹിത കർമ്മങ്ങൾ, ചുമന്ന അല്ലെങ്കിൽ രജോ ഗുണം കൊണ്ടുണ്ടാവുന്ന കർമ്മങ്ങൾ എന്താ? ഈ ഹിംസയൊക്കെ ചെയ്യുക. പിന്നെ യാഗാദി കർമ്മങ്ങൾ, അതായത് ഈ ഫലത്തിന് വേണ്ടി ചെയ്യണത്, അതാണ് ഫലത്തിന് വേണ്ടി സകാമമായിട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും പിന്നെ ലോഹിത കർമ്മങ്ങൾ എന്ന് പറയും. അതായത് രജോ ഗുണം കൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ ഹിംസയും ചെയ്യും. പിന്നെ കൃഷ്ണകർമ്മങ്ങളാച്ചാലോ പരദ്രോഹം, വഞ്ചനയും, അതന്നെയാണ് താമസ ഗുണം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. അതിനെയാണ് കറുപ്പ് കൃഷ്ണകർമ്മങ്ങൾ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഈ ആത്മാവ് മനസ്സിനോട് ചേർന്നിരിക്കൊണ്ട് ഈ കർമ്മങ്ങളനുസരിച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് കർമ്മബന്ധനം വെച്ചാൽ അതൊക്കെ അനുഭവിക്കും വേണം. അപ്പോൾ ശുക്ലകർമ്മങ്ങളുടെ ഫലം എന്താ? അതായത് സാത്വിക കർമ്മങ്ങളുടെ ഫലം ബ്രഹ്മലോകപ്രാപ്തി അല്ലെങ്കിൽ സ്വർഗം കിട്ടുക. ലോഹിത കർമ്മങ്ങളുടെ ഫലം എന്താ? കുറേ സുഖം അനുഭവിക്കും, കുറേ ദുഃഖം അനുഭവിക്കും. ഹിംസയൊക്കെ ചെയ്താൽ ദുഃഖം അനുഭവിക്കും, സ്വർഗവും നരകവും ഉണ്ട്. കൃഷ്ണകർമ്മങ്ങളുടെ ഫലം അല്ലെങ്കിൽ കർമ്മങ്ങളുടെ ഫലം മുഴുവൻ നരകം. അങ്ങനെ അത് മുഴുവൻ അനുഭവിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ എന്താ പറഞ്ഞു വെച്ചാൽ സ്ഫടികം പോലെ ക്ലിയറാണ് നമ്മുടെ ആത്മാവും. പക്ഷെ നമുക്ക് മായാബന്ധം കൊണ്ട് ഈ ഇന്ദ്രിയാദി മനസ്സിൻ്റെ ഇതുകൊണ്ട് മനസ്സന്നെയാണ് സംസാരം ഉണ്ടാക്കണം. ഈ 3 ഗുണങ്ങളെ കൊണ്ട് കർമ്മബന്ധനം സൃഷ്ടിച്ച് അപ്പം ആത്മാവ് മനസ്സായിട്ട് ഐക്യം പ്രാപിക്കൊണ്ട് ആത്മാവും അതെല്ലാം അനുഭവിക്കുന്നു. 3 തരം കർമ്മങ്ങളും പറഞ്ഞല്ലോ. ഇനി നമ്മുടെ അപ്പം നമുക്ക് 23, 24, 25 ഞാൻ വായിക്കാം. ബുദ്ധീന്ദ്രിയാദി സാമീപ്യാദ് ആത്മന സംസതിർബലാദ് ആത്മാ സ്വലിംഗം തുമന പരിഗൃഹ്യ തദുദ്ഭവാൻ കാമാൻ ജുഷൻ. അതായത് നമുക്ക് സുഖമായിട്ടുള്ളതിനോടൊക്കെ രാഗവും, സുഖമില്ലാത്തതിനോട് ദുഃഖമായിട്ടുള്ളതിന് ദേഷവും വരെയാണ്. അപ്പം രാഗദ്വേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി മായലാവുകയാണ്. എന്നിട്ടാണ് നമ്മൾ സാത്വിക കർമ്മങ്ങളും രജോ രാജസിക കർമ്മങ്ങളും താമസിക കർമ്മങ്ങളും ചെയ്യണത്. കാമാൻ ജുഷൻ ഗുണേർബദ്ധ, ഗുണങ്ങളാൽ ബന്ധിതനായിട്ട് സംസാരേ വർത്തതേ അവശനായിട്ട് ആത്മാവ് അവശായി മീൻസ് അവിവേകായി ആത്മാവിനെ. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തഥാ കർമ്മണ്യനേകഥ, അങ്ങനെ അനേകം കർമ്മങ്ങൾ മനസ്സ് സൃഷ്ടിക്കും. അതിനാൽ ബദ്ധനായിട്ട് ശുക്ലലോഹിത കൃഷ്ണാനി ഗതയസ്തസമാനത, പല കർമ്മങ്ങൾ ചെയ്തിട്ട് ഏവം കർമ്മവശാജീവോ ഭ്രമത്യാഭൂത സംപ്ലവം, ഇങ്ങനെ ബന്ധിതരായിട്ട് ജനന മരണ ചക്രത്തിൽ നമ്മൾ കാൽപ്പാന്തകാലം വരെ തിരിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടം എന്നാണ് പറഞ്ഞേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിർത്താം. സമയമായി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.